അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സമസ്ത ശതാബ്ദി ഉദ്ഘാടന സമ്മേളനത്തിൽ നിന്ന് ഒപ്പിയെടുത്ത ചില ഭാഗങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. ഷെയർ ചെയ്ത് കാണുക. പണ്ഡിതന്മാരും ഉമറാക്കളും ചേർന്ന് തന്നെ പ്രവർത്തിച്ചു മഹാനായ ശ്രീ അബ്ദുറഹ്മാൻ മാഫികളെ പോലെയുള്ള പൊതുജന സ്വീകാര്യതയും ഈ ഹുസൈൻപേട്ടങ്ങളെ പോലെയുള്ള പൊതുജന സ്വീകാര്യതയും ജനകീയമായുള്ള പിന്തുണയുമുള്ള മഹത്തുക്കൾ അവരും സംസ്ഥയോടൊപ്പം ചേർന്നു. അതൊരു വലിയ സ്വീകാര്യതയായി മാറി. അവരുടെ ആ ചേർന്നിരിപ്പ് ആ മഹത്തുക്കളുടെയും പണ്ഡിത സമൂഹത്തിൻ്റെയും ചേർന്നിരിപ്പ് മതവിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ കൂടുതൽ ഇവിടെ വളർത്തുവാനും പരിപാലിക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി. അതിലൂടെ അറിവിൻ്റെ ആ വലിയ പ്രകാശം കേരളത്തിൻ്റെ നാനാ ദിക്കുകളിലേക്കും എത്തിച്ചു കൊടുക്കുവാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് മതവിദ്യാഭ്യാസ രംഗത്ത് ആ ഒരു മുന്നേറ്റത്തിന് ശേഷം സമന്വയ വിദ്യാഭ്യാസത്തിൽ സംസ്കരണ ജമീയത്തുൽ വലിയ പങ്ക് വഹിച്ചു എന്നുള്ളതാണ്. കുറച്ചോടൊപ്പം പുതിയ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ രൂപപ്പെടുത്തുവാൻ ഇവിടെ കേരളത്തിലേതുപോലെ സമ്മേളനം ആ നേട്ടങ്ങളുടെ ഊർജം നമുക്ക് നൽകി വരാനിരിക്കുന്ന കാലത്തും നമ്മുടെ സമൂഹത്തെ നേട്ടം പറഞ്ഞ പോലെ പുതിയ തലമുറയെ യഥാർത്ഥ ദീനിൻ്റെ വഴികളിലേക്ക് നയിക്കുവാനുള്ള ഒരു നല്ല തീരുമാനവുമായിട്ടായിരിക്കണം നമ്മൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകേണ്ടത്. ഇതൊരു പ്രതിജ്ഞാബദ്ധമായ സദസ്സാണ്. പലരും നമുക്ക് വിട്ടുപോയിട്ടുണ്ടോ? പല വീഴ്ചകളും നമുക്ക് സംഭവിച്ചു പോയിട്ടുണ്ടോ? എല്ലാ വീഴ്ചകളെയും പരിഹരിച്ചു തീർക്കുന്നവരാണ് രാജാധിരാജനായ വീഴ്ചകളില്ലാത്ത മനുഷ്യനുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ആ വീഴ്ചകളെ എണ്ണിപ്പറഞ്ഞ് അല്ലാഹുവിന്റെ മുമ്പിൽ പശ്ചാത്താപബോധത്തോടെ നമുക്ക് ഇനി മുന്നോട്ട് പോകും. അല്ലാഹുവിന്റെ മുമ്പിൽ വീഴ്ച എണ്ണിപ്പറയുന്നതിനെ അല്ലാഹു തള്ളിക്കളയുകയില്ല. അവനത് ഇഷ്ടമാണ്. അതിൽ പറയേണ്ടത് സ്ഥാപക